അച്ഛനെ പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അച്ഛനെ പറ്റി മാത്രം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യ വരികളാണ് ഈ കുറിച്ചിരിക്കുന്നത്. ഈ കുറിപ്പിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയണ്ടേ? CPM സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി പങ്കുവച്ച പോസ്റ്റാണിത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മകനായ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ജയിലിലാകുന്നത്. 1 വർഷത്തോളം ബിനീഷ് കോടിയേരിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു. ഈ കേസിനു പിന്നിൽ പ്രവർത്തിച്ചത് യൂത്ത് ലീഗ് നേതാവായ PK ഫിറോസ് ആയിരുന്നു. കാലം കരുതി വെച്ച കാവ്യനീതി എന്ന് പറയുന്നത് പോലെ ഇന്ന് PK ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്ന് കേസിൽപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബിനീഷ് കോടിയേരി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച കുറിപ്പാണ് വൈറലായി മാറിയിരിക്കുന്നത്. ബിനീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തുടരുന്നു: അച്ഛനെ പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അച്ഛനെ പറ്റി മാത്രം. മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ അച്ഛൻ. ആ വിളി എന്റെ അച്ഛന് ചാർത്തി തന്നത് യൂത്ത് ലീഗ് നേതാവ് ശ്രീ PK ഫിറോസ് അടങ്ങുന്ന കൂട്ടമാണ്. ആദ്യമായി എന്റെ നേർക്ക് വിരൽ ചൂണ്ടി ഫിറോസ് വാർത്താ സമ്മേളനം നടത്തിയ ദിവസം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആരോപണം വന്ന ദിവസം അമ്പരപ്പല്ല, സത്യത്തിൽ ചിരിയാണ് എനിക്ക് വന്നത്. ഫിറോസിന്റെ ഒരു തമാശ, അത്രയേ ഞാൻ കരുതിയുള്ളൂ. ഗുഡ് നൈറ്റ് എന്ന വാചകം എഴുതി ഞാനൊരു മറുപടി ഇട്ടു. അസ്വസ്ഥതയുടെ നേരിയ ലാഞ്ചന പോലും ഇല്ലാതെ അന്ന് ഞാൻ കിടന്നുറങ്ങി. ഉറക്കമില്ലാത്ത ഒരുപാട് വരുംകാല രാത്രികൾ അന്നത്തെ എന്റെ ഉറക്കത്തിന് കാവൽ നിന്നു. അണിയറയിൽ എന്റെ വിധി നിങ്ങൾ എഴുതി അവസാനിപ്പിച്ചു എന്നറിയാതെ സ്വസ്ഥമായി ഞാൻ ഉറങ്ങി. ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നെഴുന്നേറ്റത് ഒരു വലിയ പേക്കിനാവിലേക്കാണ്. അവിടെയും ഫിറോസ് നിങ്ങളുണ്ടായിരുന്നു. ഒരു ദുസ്വപ്നത്തിനിടയിൽ എവിടെയോ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയിരുന്നല്ലോ. ഒന്നല്ല, 7 വാർത്താ സമ്മേളനങ്ങൾ തുടരെ. എന്റെ ജീവിതത്തിന്റെ തല കുറി മാറ്റിയ മണിക്കൂറുകൾ, ദിവസങ്ങൾ, അന്നും ഇന്നും നിങ്ങളുടെ രാഷ്ട്രീയ ചൂതാട്ട പലകയിലെ ഒരു കരു മാത്രമാണ് ഞാൻ എന്നെനിക്കറിയാം. നിങ്ങൾക്ക് MLA യോ മന്ത്രിയോ ആവാൻ നിസ്സാരനായ എന്നെ എന്തിന് കരുവാക്കി എന്ന ചോദ്യം എന്നെങ്കിലും നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആ ദിവസം വന്നു എന്നാണ് അറിയുന്നത്. പക്ഷെ ഈ ദിവസം ഞാൻ അത് ചോദിക്കുന്നില്ല. പകരം ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് മാത്രം ഓർക്കുന്നു. 1 വർഷവും 1 ദിവസവും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടന്നു. ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്ത് വെട്ടിമാറ്റിയ എൻ്റെ 366 ദിവസങ്ങൾ. പോട്ടെ, നിങ്ങൾ എത്ര പരുഷമായി കുറ്റം പറഞ്ഞാലും ശാപം കൊണ്ട് മൂടിയാലും എൻ്റെ ജീവിതത്തിന്റെ കലണ്ടറിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ആ ദിനരാത്രങ്ങൾ എനിക്ക് പകരം ലഭിക്കില്ല. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു മകൻ എന്ന നിലയിൽ ഞാൻ മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ടല്ലോ. എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അത് നിങ്ങൾക്കും അറിയാമായിരുന്നിരിക്കണം. രക്ഷപ്പെടാൻ 1000-ൽ 1 അംശം സാധ്യത പോലും ഇല്ലാത്ത ഗുരുതര രോഗം. ലോകത്തിലെ ഏത് കൊടും കുറ്റകൃത്യവും ചെയ്ത ആളാവട്ടെ, അത്തരമൊരു രോഗാവസ്ഥയിൽ അച്ഛനെ പരിചരിക്കാൻ ഏതു മകനും ആഗ്രഹിക്കുമെന്ന് ഫിറോസ് നിങ്ങൾക്കും അറിയാമല്ലോ. ആ സൗഭാഗ്യമാണ് നിങ്ങൾ എനിക്ക് ഇല്ലാതാക്കിയത്. പറയൂ, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാപ്പ് തരേണ്ടത്? ഞാൻ ജയിലിൽ പോകുന്നതിന് മുൻപ് ആരോഗ്യം വീണ്ടെടുത്ത് നിന്ന ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയായെന്ന് ഫിറോസ് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ? എന്റെ കെട്ടകാലത്തിന്റെ കാരണക്കാരനായ നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അച്ഛന്റെ മുഖം ഓർമ്മയിൽ വരുന്നുമുണ്ട്. ഓർമ്മകൾ ഭ്രാന്തമായി ചൂളം കുത്തി വിളിക്കുന്നുമുണ്ട്. ഫിറോസ്, നിങ്ങളെ ഞാൻ മറക്കണം. അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിയെ ലഹരി ഇടപാടിൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു എന്നതാണല്ലോ എനിക്കെതിരായ വേട്ടയുടെ തുടക്കം. ഞാനും അയാളും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ ആരോപണ ദിവസം തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നതാണല്ലോ. ഞാനും അയാളും തമ്മിൽ റെസ്റ്റോറന്റ് കച്ചവടത്തിലെ ബന്ധമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പലരും നിങ്ങളോട് സൂചിപ്പിച്ചു കാണുമല്ലോ. എന്നിട്ടും നിങ്ങൾ എന്നെ എന്തിനു വേട്ടയാടി? പല ഘട്ടങ്ങളിലായി നിക്ഷേപം എന്ന രീതിയിൽ ബാങ്ക് വഴി അനൂപ് മുഹമ്മദിന് ഞാൻ നൽകിയെന്നത് സത്യം. ഹോട്ടലിന്റെ വാടക, ജീവനക്കാരുടെ ശമ്പളം എന്നീ ഇനങ്ങളിലാണ് അതെന്നും ഈ തുക എനിക്ക് ഇതുവരെ മടക്കി കിട്ടിയിട്ടില്ല എന്നും വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കുമല്ലോ. താങ്കളുടെ സഹോദരൻ ഉൾപ്പെട്ട കേസിന്റെ വിശദീകരണം എന്നോണം താങ്കൾ പറയുന്ന ബൈറ്റ് ഞാൻ കാണാനിടയായി. താങ്കളും സഹോദരനും 2 വ്യക്തികളാണെന്ന്. എന്റെ ഈ ന്യായം എന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ 2015 മുതൽ റെസ്റ്റോറന്റ് ബിസിനസിന് വേണ്ടി കടമായി കൊടുത്ത പണം 2020-ൽ ലഹരി ഇടപാടിന് ഉപയോഗിച്ചു എന്നാണല്ലോ EDയുടെ കേസ്. അനൂപിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് നോക്കിയപ്പോൾ നിരവധി പേരുടെ കൂട്ടത്തിൽ എന്റെ പേരും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് സതുദ്ദേശത്തോടെ കടം കൊടുത്ത പണം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾ നിയമവിരുദ്ധമായി ഇടപാടിന് ഉപയോഗിക്കുമെന്നറിയാൻ എനിക്ക് ജ്ഞാനദൃഷ്ടിയില്ലായിരുന്നു. ഞാൻ മയക്കുമരുന്ന് ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചോ എന്നറിയാൻ എന്റെ രക്തം, നഖം, മുടി ഇതെല്ലാം ശേഖരിച്ച് പരിശോധിച്ചു. ശ്രീ പിണറായി വിജയന്റെ പോലീസ് അല്ല പരിശോധിച്ചത്. രാജ്യത്തെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ബിനീഷ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന്. എന്നിട്ടും എന്നെ 8 മാസം പിന്നെയും ജയിലിൽ കിടത്തി. മയക്കുമരുന്ന് കേസിൽ ഞാൻ പ്രതിയല്ല. അതെ, ഞാൻ ആ കുറ്റകൃത്യത്തിനു വേണ്ടി കള്ളപ്പണം ശേഖരിച്ച കേസിൽ എങ്ങനെ പ്രതിയാകും? പ്രിഡിക്കേറ്റ് ഫെൻസിൽ പ്രതിയല്ലാത്ത എന്റെ പേരിൽ ചാർജ് നിൽക്കില്ല എന്ന് സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന EDക്ക് അറിയാം. എന്നിട്ടും എന്നെ കേസിൽ കുടുക്കാൻ ED നടത്തിയ ശ്രമം ഓർമ്മയില്ലേ?
ഉന്നതതല സമ്മർദ്ദമുണ്ടായിട്ടും എന്നെ ആദ്യം അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി മറ്റൊരു ജോയിന്റ് ഡയറക്ടറെ നിയോഗിച്ചു. ചാർജ് എടുക്കുന്ന അന്നേ ദിവസം തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു. പണം കൈമാറ്റം ചെയ്തതിന് രേഖയില്ലെന്ന് വ്യക്തമായതോടെ കൃത്രിമ തെളിവുണ്ടാക്കാനായിരുന്നു ഇഡിയുടെ അടുത്ത ശ്രമം. മരുതൻകുഴിയിലെ എന്റെ വീട്ടിൽ അനൂ മുഹമ്മദിന്റെ ക്രെഡിറ്റ് കാർഡ് ഇഡി ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ചു. അവർ കാർഡ് കൊണ്ടുവയ്ക്കുന്നത് എന്റെ ഭാര്യ കണ്ട് ബഹളം വെച്ചതോടെ ആ നീക്കം പൊളിഞ്ഞു. വീട്ടിൽ നിന്ന് അത് കണ്ടെടുത്തുവെന്ന രേഖയിൽ ഒപ്പിട്ട് നൽകാൻ ഭാര്യ വിസമ്മതിച്ചതോടെ എന്റെ ഭാര്യയെയും ഭാര്യ മാതാവിനെയും അറസ്റ്റ് ചെയ്ത് കൂട്ടുപ്രതിയാക്കുമെന്ന് ഇഡി ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി. എന്റെ കുട്ടികൾ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ് പുറത്തേക്കൂടി മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞു. ഇഡിയുടെ നീക്കം അവിടെ പൊളിഞ്ഞു. എന്റെ അച്ഛൻ മാത്രമല്ല, നിരപരാധിയായ ഭാര്യയുടെയും എന്റെ കുഞ്ഞുങ്ങളുടെയും മുഖം എനിക്ക് ഓർമ്മ വരുന്നു. പ്രിയ ഫിറോസെ, ഞാൻ താങ്കളെ മറക്കണോ? താങ്കൾ പറയും. തെളിവില്ലാതായപ്പോൾ കൃത്രിമ തെളിവുണ്ടാക്കാൻ നോക്കി. അതും പൊളിഞ്ഞപ്പോൾ എനിക്ക് ജാമ്യം ലഭിക്കുമെന്ന ഘട്ടം എത്തിയതോടെ നിയമത്തിന്റെ സാങ്കേതിക പഴുതുകൾ ഉപയോഗിച്ച് ജാമ്യം നിഷേധിക്കാനായി അടുത്ത ശ്രമം. ബംഗളൂരുവിലെ ഇഡി അഭിഭാഷകന് പകരം കേസ് വാദിക്കാൻ നേരിട്ടെത്തിയത് രാജ്യത്തിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു അമൻ ലേഖിയും. അഡീഷണൽ സോളിസിറ്റർ ജനറലാകും. മുൻപ് അമിത്ഷായുടെ സ്വകാര്യ അഭിഭാഷകനായിരുന്നു SV രാജുവെങ്കിൽ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ മീനാക്ഷി ലേഖിയുടെ ഭർത്താവാണ് അമൻ ലേഖി. കേന്ദ്ര സർക്കാർ എത്രമാത്രം ഈ കേസിൽ ശ്രദ്ധിച്ചിരുന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. വാദം പറയാതെ കേസ് നീട്ടാനും അവധിക്ക് വെപ്പിച്ചും ജാമ്യം പരമാവധി അവർ നീട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ 50-ലധികം തവണ എന്റെ കേസ് ജാമ്യത്തിനായി മാറ്റി. ഒരു ജഡ്ജിക്ക് മുൻപിൽ വാദം പറയുക, അത് പരമാവധി നീട്ടി അദ്ദേഹത്തിന്റെ റൊട്ടേഷൻ അവസാനിക്കും വരെ തീയതി കൊണ്ടുപോവുക എന്നതായിരുന്നു ഇഡിയുടെ അടുത്ത തന്ത്രം. കർണാടക ഹൈക്കോടതി ജഡ്ജിമാരായ K നടരാജ്, SR കൃഷ്ണകുമാർ, മുഹമ്മദ് നവാസ്, ബജേന്ദ്രി ഉമ എന്നിങ്ങനെ 5ഓളം ജഡ്ജിമാരാണ് കേസ് പരിഗണിച്ചത്. വാദം എഴുതി നൽകാതെ ഇഡി കള്ളക്കളി തുടർന്നതോടെ ജസ്റ്റിസ് ഉമ കർക്കശ സ്വരത്തിൽ ഇഡിക്ക് താക്കീത് നൽകി. അവസാനം നിവർത്തികെട്ട് വാദം എഴുതി നൽകി. ആ വാദം തള്ളിയാണ് എന്നെ കുറ്റവിമുക്തനാക്കിയത്. 2500-ലധികം പേജുകളുള്ള ഇഡി കുറ്റപത്രത്തിൽ ജാമ്യം നൽകാതിരിക്കാൻ തക്കവിധത്തിലുള്ള തെളിവുകളില്ലെന്നും കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് ഉമ ഉത്തരവിലൂടെ അന്ന് വ്യക്തമാക്കി. പ്രതിയായി പിടികൂടിയ ശേഷം വിവരണാതീതമായ മാനസിക പീഡനമാണ് എനിക്ക് നേരെ ഉണ്ടായത്. അതിനെപ്പറ്റി ഞാൻ പിന്നൊരു അവസരത്തിൽ എഴുതാം. എന്റെ ജീവിതത്തിൽ നിന്ന് 366 ദിവസങ്ങൾ വെട്ടിമാറ്റപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ 1 കൊല്ലം ജയിലിലിട്ടു. അവസാനം എന്നെ കുറ്റവിമുക്തനാക്കി. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ഫിറോസെ. പക്ഷേ അസുഖം മൂർച്ഛിച്ച് പലതവണ അച്ഛന്റെ ആരോഗ്യനില വഷളായി. ഒരു മകൻ എന്ന നിലയിൽ അച്ഛന് വേണ്ടി ആ ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുറ്റബോധം അന്നും ഇന്നും എനിക്കുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും എന്റെ അച്ഛൻ എന്നെ കാണാൻ ജയിലിൽ വന്നിട്ടില്ല. അഴിക്കകത്തു നിന്ന് അച്ഛനെ കാണാനുള്ള ദുരോഗ്യം എനിക്കുണ്ടായില്ല. പക്ഷെ കുറ്റവിമുക്തനായി പുറത്തെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ എന്റെ വീടിന്റെ പൂമുഖത്ത് അച്ഛനുണ്ടായിരുന്നു. അച്ഛനറിയാം ഞാൻ മയക്കുമരുന്ന് കച്ചവടം ചെയ്യില്ലെന്ന്. എന്റെ അച്ഛന്റെ മുന്നിലും എന്റെ ജീവനായ പാർട്ടിയുടെ മുന്നിലും അതുവഴി ജനങ്ങളുടെ മുന്നിലും അപകീർത്തിപ്പെടുത്താനാണ് നിങ്ങൾ കള്ളക്കഥ ചമച്ചതെന്നറിയാം. പക്ഷെ മിസ്റ്റർ PK ഫിറോസ്, നിങ്ങൾ ദയനീയമായി തോറ്റുപോയിരിക്കുന്നു. ഞാൻ ആർക്ക് നേരെ വിരൽ ചൂണ്ടണം? ആരാണ് എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്? എന്റെ ജീവിതം തകർത്തിട്ട് നിങ്ങൾ എന്ത് നേടി? ഉത്തരമുണ്ടോ പ്രിയ ഫിറോസെ? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാലിച്ചായ പോലും അനധികൃതമായി കോടിയേരി ബാലകൃഷ്ണൻ വാങ്ങിക്കുടിച്ചു എന്ന് പഴയ മുസ്ലിം ലീഗ് നേതാക്കൾ ആക്ഷേപിക്കില്ല. എന്നിട്ടും നിങ്ങൾ അയാളെ ലഹരി കച്ചവടക്കാരന്റെ പിതാവാക്കി, കള്ളപ്പണക്കാരന്റെ അച്ഛനാക്കി. ഒരു ജീവിതം മുഴുവൻ അയാൾ നേടിയെടുത്ത പേരും പെരുമയും തച്ചു തകർക്കാൻ നോക്കി. എന്നെ ഇല്ലാതാക്കാൻ നോക്കി. എന്റെ ഭാര്യയെ കൂട്ടുപ്രതിയാക്കാൻ നോക്കി. എന്റെ അമ്മയുടെ കണ്ണുനീര് വീഴ്ത്തി. എന്റെ അച്ഛന്റെ രോഗം മൂർച്ഛിപ്പിച്ചു. എന്നെ ചൂണ്ടിക്കാട്ടി എന്റെ പാർട്ടിയെ അപഹസിച്ചു. എന്നോട് ചേർന്ന് നിന്ന പ്രിയ സഖാക്കളെ അപഹസിച്ചു, ആർത്തു ചിരിച്ചു. നിങ്ങൾ എല്ലാത്തിനും തുടക്കമിട്ടത് നിങ്ങളാണ് ശ്രീ ഫിറോസ്, നിങ്ങൾ മാത്രം. ഞാനെന്ന നിരപരാധിയുടെ ചോര വീഴ്ത്തിയിട്ടും നിങ്ങൾക്കൊന്നും ആവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എണീറ്റ് നിന്നു. ഇല്ല ഫിറോസ്, ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ഒന്നും പറയില്ല. പക്ഷെ ഒരു ബൈബിൾ മാത്രം ഓർമ്മിപ്പിക്കാം. കുഴി കുത്തുന്നവൻ അതിൽ വീഴും, കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. അച്ഛൻ പണ്ടൊരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാവരും മനുഷ്യരാണല്ലോ. ഞങ്ങളിതൊക്കെ താങ്ങും, പക്ഷേ നിങ്ങൾ താങ്ങില്ല.